നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരെ കബളിപ്പിച്ച് ടിക്കറ്റുകൾ കവർന്നു. പടിഞ്ഞാറേ നടയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ബ്രഹ്മകുളം സ്വദേശി മേലെടുത്ത് ഗിരീഷാണ് കബളിപ്പിക്കലിനിരയായത്. സമാന രീതിയിലുള്ള തട്ടിപ്പുകൾ മേഖലയിൽ വർദ്ധിക്കുന്നു. നീറ്റ് പരീക്ഷയുടെ ക്രമവിരുദ്ധമായ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നീതിയാണ് വേണ്ടത്, ലാത്തിയും ഗ്രനേഡുമല്ല എന്ന മുദ്രാവാക്യമുയർത്തി നടന്ന മാർച്ചിൽ പോലീസുമായി നേരിയ സംഘർഷം. അകലാട് ദേശീയപാത 66 ഒറ്റയിനി മേൽപ്പാലത്തിന് താഴെ വലിയ ഗർത്തം. യാത്രക്കാർ അപകട ഭീതിയിൽ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ശക്തമായി പുറത്തേക്ക് വന്നതാണ് കുഴി രൂപപ്പെടാൻ കാരണം. അധികൃതർ പ്രശ്നപരിഹാരത്തിന് നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ടിക്കറ്റുകൾ കവർന്നു. പടിഞ്ഞാറേ നടയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ബ്രഹ്മകുളം സ്വദേശി മേലെടുത്ത് ഗിരീഷാണ് കബളിപ്പിക്കലിന് ഇരയായത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഇന്ന് നറുക്കെടുക്കുന്ന കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ 12 ടിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. 2 ടിക്കറ്റുകൾ ആവശ്യപ്പെട്ടാണ് മോഷ്ടാവ് എത്തിയത്. ടിക്കറ്റ് നൽകിയതോടെ 500 രൂപ ചില്ലറ ആവശ്യപ്പെട്ടു. ചില്ലറ തിരയുന്നതിനിടയിൽ ലോട്ടറി വേണ്ടെന്ന് പറഞ്ഞ് ഒരു സെറ്റ് ലോട്ടറി തക്കത്തിൽ കൈക്കലാക്കി മോഷ്ടാവ് കടന്നു കളയുകയായിരുന്നു എന്ന് ഗിരീഷ് പറഞ്ഞു. അതുവരെ ലോട്ടറിയൊന്നും വിൽപ്പന നടത്തിയിരുന്നില്ല. മോഷ്ടാവ് സ്ഥലം വിട്ടതിന് ശേഷമാണ് ലോട്ടറി നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ മോഷ്ടാവിനെ തിരഞ്ഞു കണ്ടെത്താനായില്ല. ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ ഇത്തരത്തിൽ ലോട്ടറി വിൽപ്പനക്കാർ കബളിപ്പിക്കലിന് ഇരയാവുന്നത് പതിവായിരിക്കുകയാണ്. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ഭരണം നിഷ്ക്രിയമെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീകുമാർ. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന ഭരണവും ജില്ലാ പഞ്ചായത്ത് ഭരണവും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിട്ടും ഒരു വികസന പ്രവർത്തനവും നടത്താത്ത അപൂർവം ചില പഞ്ചായത്തുകളിൽ 1ാം സ്ഥാനത്താണ് കണ്ടാണശ്ശേരി പഞ്ചായത്തെന്നും CC ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറത്തിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തരംതാണ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തയ്യാറല്ല. തന്റെ നോമിനേഷൻ എങ്ങനെയാണ് വാലിഡ് എന്ന് അതിന്റെ അരഞ്ഞാൻ ചരൽ വരെ കൈപ്പിടിച്ചുകൊണ്ടാണ് ഈ മൈക്കുമായി ഇതിന് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുന്നു. ഇനി മറ്റൊന്ന് ഉദ്യോഗസ്ഥർ, നേരത്തെ ഷാജു തരകിന്റെ സംസാരം കേട്ടപ്പോഴേക്ക് അതിന്റെ ഒരു ആസക്തി മനസ്സിലായത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. DCC സെക്രട്ടറി V വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യാതിഥിയായി. പഞ്ചായത്തിലെ രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുക, തകർന്നടിഞ്ഞ പഞ്ചായത്ത് റോഡുകൾ എത്രയും പെട്ടെന്ന് ശരിയാക്കുക, പ്രതിപക്ഷാംഗങ്ങളോട് കാണിക്കുന്ന അവഗണന നിർത്തലാക്കുക, ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള കളിസ്ഥലം നവീകരിക്കുക, നമ്പഴിക്കാട് ഹെൽത്ത് സെന്ററിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചത്. റൂബി ഫ്രാൻസിസ്, ജെയ്സൺ ചാക്കോ, MK അപ്പു, AM മൊയ്തീൻ, KH ഇക്ബാൽ, KK അഷ്റഫ്, ഷെൽബിൻ മറ്റം, സെബീന റിറ്റോ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജോൺ കാക്കശ്ശേരി, ലിയ ജോജോ, സിമി സ്റ്റെൽസൺ, ആൻലി GB എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നീറ്റ് പരീക്ഷയുടെ ക്രമവിരുദ്ധമായ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നീതിയാണ് വേണ്ടത്, ലാത്തിയും ഗ്രനേഡുമല്ല എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായി. ഉടൻ തന്നെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കിയതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം SFI ജില്ലാ സെക്രട്ടറി T അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ മുബാറക് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി, ജില്ലാ കമ്മിറ്റി അംഗം KS അനൂപ്, AU ജാബിർ, KS വിഷ്ണു, അമീറ സജീർ, K പ്രധീഷ് എന്നിവർ സംസാരിച്ചു.
അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി 20-ാം വാർഡ് മെമ്പർ PJ ദേവസി എന്ന സണ്ണിയെ തെരഞ്ഞെടുത്തു. അനിൽ അക്കര കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റതിനെ തുടർന്ന് ജൂൺ 30-ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. ഇതോടെയാണ് PJ ദേവസിക്ക് പ്രസിഡന്റാകാൻ അവസരം ലഭിച്ചത്. 2 വർഷം കഴിഞ്ഞാൽ 9-ാം വാർഡ് മെമ്പർ TD വിൽസൺ പ്രസിഡന്റാകുമെന്നാണ് ധാരണ. ദേശീയപാതയിലെ ഗർത്തം യാത്രക്കാർക്ക് ദുരിതമായി. ചൊവ്വാഴ്ച വൈകിട്ടാണ് അകലാട് ദേശീയപാത 66 ഒറ്റയിനി മേൽപ്പാലത്തിന് താഴെ വലിയ ഗർത്തം രൂപപ്പെട്ടത്. ഭൂഗർഭ സംവിധാനം വഴി റോഡിന് കുറുകെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ശക്തമായി പുറത്തേക്ക് വന്നതാണ് കുഴി രൂപപ്പെടാൻ കാരണം. 4 അടിയോളം താഴ്ചയിലാണ് കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. റോഡ് നിർമ്മാണം നടക്കുമ്പോൾ വാട്ടർ അതോറിറ്റി പുതിയതും നിലവാരമുള്ളതുമായ പൈപ്പുകൾ സ്ഥാപിക്കുവാൻ തയ്യാറാകാത്തതാണ് അപകടകരമായ അവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. ഗർത്തം രൂപപ്പെട്ടതു മുതൽ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം സ്ഥലം സന്ദർശിച്ചു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ദേശീയപാത അധികൃതരോടും വാട്ടർ അതോറിറ്റിയോടും നിർദ്ദേശിച്ചു. പരിഷ്കരിച്ച ഖരമാലിന്യ പരിപാലന ചട്ടത്തെക്കുറിച്ച് നല്ല 4 വർത്തമാനം എന്ന പേരിൽ ഗുരുവായൂർ നഗരസഭ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു അജിത് കുമാർ, ഷാനി റിജി, V അനൂപ്, സെക്രട്ടറി H അഭിലാഷ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് S ഹർഷിദ് എന്നിവർ സംസാരിച്ചു. തദ്ദേശ വകുപ്പ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടറും കില ഫാക്കൽറ്റിയുമായ അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VC സ്മിത, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രനീഷ് രാജൻ എന്നിവർ ക്ലാസ് എടുത്തു. പുന്നർകുളം സർവീസ് സഹകരണ ബാങ്കിലെ അനധികൃത നിർമ്മാണം പൊളിക്കണമെന്ന ഹൈക്കോടതി വിധി പിൻവലിച്ചു. ബാങ്കിന്റെ കെട്ടിടത്തിന് മുകളിൽ നിർമ്മിച്ച KG കരുണാകര മേനോൻ സ്മാരക ഓഡിറ്റോറിയമാണ് അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടി 8 ആഴ്ചയ്ക്കകം പൊളിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത്. പുന്നേർകുളം സർവീസ് സഹകരണ ബാങ്ക് നൽകിയ പുനഃപരിശോധനാ ഹർജിയെ തുടർന്നാണ് വിധി റദ്ദാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് ബാങ്കിന് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബാങ്ക് പുനഃപരിശോധനാ ഹർജി നൽകുകയായിരുന്നു. ജസ്റ്റിസ് V ഹരിശങ്കർ മേനോൻ അധ്യക്ഷനായ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജി അനുവദിച്ചത്. എരുമപ്പെട്ടി നെല്ലുവായ് പമ്പിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. മങ്ങാട് സ്വദേശി സുബ്രഹ്മണ്യൻ, ബൈക്ക് യാത്രക്കാരനും പാഴിയോട്ടുമുറി സ്വദേശിയുമായ അബ്ദുൾ സലാം എന്നിവർക്കാണ് പരിക്കേറ്റത്. 2 പേരെയും എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെളിയങ്കോട് സൗത്ത് GMUP സ്കൂളിൽ ഭിന്നശേഷി സൗഹൃദ ക്ലാസ് മുറിയും സ്കൂൾ ബസ് ഉദ്ഘാടനവും നടത്തി. പൊന്നാനി MLA KP നൌഷാദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ അധ്യക്ഷത വഹിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റമീന ഇസ്മയിൽ മുഖ്യാതിഥിയായിരുന്നു. പരപ്പനങ്ങാടി പൊതുമരാമത്ത് കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഗോപൻ മുക്കുറ്റത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പറും PTA പ്രസിഡന്റുമായ സലാം പുത്തൻവീട്ടിൽ, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻസി നെല്ലിക്കൽ, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TM സിദ്ദിഖ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്വപ്നം ഒരു ലക്ഷ്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് സ്കൂൾ കൂടി നേരിടുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ഈ വേദിയിൽ ആ വിഷയം പറയുന്നത്. അതൊരു ചെറിയ പദ്ധതി കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. ഈ 3 പഞ്ചായത്തും ഹൈവേയും ചേരുന്ന ഈ വിശാല പ്രദേശത്തെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പദ്ധതിക്ക് ഒരു 75-80 കോടി രൂപയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണ്ടി വരും. എന്നാലേ അത് സമ്പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് നമുക്ക് ആലോചിക്കണം. അത് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ വകയിരുത്തിയിട്ട് അത് നടക്കുകയില്ല. അപ്പോൾ അല്ലാത്ത മാർഗങ്ങളൊക്കെ നമുക്ക്. പാവർട്ടി പൂവത്തൂർ സെന്ററിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. പൂവത്തൂരിലെ പഴയ പോലീസ് സ്റ്റേഷന് സമീപമുള്ള വർക്ക്ഷോപ്പിലെ ജീവനക്കാരൻ പാലക്കാട് പെരിങ്ങോട്ട് കുറിശി പരുത്തിപ്പുള്ളി കൊഴിഞ്ഞപ്പറമ്പിൽ വീട്ടിൽ പ്രേംകുമാറാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പൂവത്തൂർ സെന്ററിൽ വെച്ച് അപകടമുണ്ടായത്. തൃശൂർ ചാവക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോണീസ് ബസുമായി പ്രേംകുമാർ ഓടിച്ചിരുന്ന ബൈക്ക് കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പ്രേംകുമാറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ഡൽഹിയിലെ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ഗുരുവായൂരിൽ പ്രകടനം നടത്തി.
ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മഞ്ജുളാലിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ഗീത ഭരതൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ബിബിത മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി, ഏരിയ വൈസ് പ്രസിഡന്റുമാരായ പ്രീജ ദേവദാസ്, സിന്ധു ബാബു, ജാസ്മിൻ ഷഹീർ, ഏരിയ ജോയിന്റ് സെക്രട്ടറി എം ബി രാജലക്ഷ്മി, പ്രസന്ന രണദേവൈ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും എഴുത്തുകാരനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഖബറടക്കം വെള്ളിയാഴ്ച രാവിലെ 10-ന് തിരൂർക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മൂസ ഹാജിയുടെയും ബിയാത്തുകുട്ടിയുടെയും മകനായി 1945-ൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള ആനങ്കാടിലാണ് മുസ്ലിയാർ ജനിച്ചത്. പ്രാഥമിക പഠനത്തിന് ശേഷം പട്ടിക്കാട് ജാമി അനുരിയ അറബിക് കോളേജിൽ നിന്ന് 1968-ൽ ഫൈസി ബിരുദം നേടി. അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇ.കെ. വിഭാഗം ജനറൽ സെക്രട്ടറി, 2003 മുതൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് പ്രിൻസിപ്പൽ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാൻ, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗം, മുസ്ലിം വേൾഡ് ലീഗിന് കീഴിലുള്ള ഇസ്ലാമിക് ഫിഖഹ കൗൺസിൽ അംഗം, സുപ്രഭാതം ദിനപത്രം ചെയർമാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നടന്ന നിരവധി സമ്മിറ്റുകളിൽ പങ്കെടുക്കുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പുണ്യഭൂമിയിലേക്ക് മുസ്ലിം ലോകം ഉൾപ്പെടെ മലയാളത്തിലും അറബിയിലുമായി നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 2026-27 സാമ്പത്തിക വർഷത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയിലെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല അധ്യക്ഷനായി. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NB ജയ, സനിൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആഷിഖ് വലിയകത്ത്, KT ലിംസൺ, പഞ്ചായത്ത് അംഗം പ്രസാദ് വാഗ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി രശ്മി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ ജനപ്രതിനിധികളും നിർവഹണ ഉദ്യോഗസ്ഥരും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും പങ്കെടുത്തു. BJP സംസ്ഥാന അധ്യക്ഷനും MLAയുമായ രാജീവ് ചന്ദ്രശേഖരന് നേരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നടുവിലാലിൽ നിന്നും ആരംഭിച്ച മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കേന്ദ്ര മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യ പദവിയുള്ള പ്രതിപക്ഷ നേതാവിന്റെ സമീപകാല പെരുമാറ്റം രാജ്യ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധം തരം താണതാണെന്ന് രവികുമാർ ഉപ്പത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനു പകരം ആ സ്ഥാനത്തിന് യോജിക്കാത്ത നടപടികളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾക്കെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധം രേഖപ്പെടുത്തിയ BJP സംസ്ഥാന അധ്യക്ഷനും MLAയുമായ രാജീവ് ചന്ദ്രശേഖരനെ പോലീസ് ആക്രമിക്കാൻ ശ്രമിച്ചതും ബലപ്രയോഗം നടത്തിയതും അത്യന്തം പ്രതിഷേധാർഹമാണെന്നും ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനമാണിതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവ് ആമുഖ പ്രഭാഷണം നടത്തി. BJP മണ്ഡലം പ്രസിഡന്റുമാരായ വിപിൻ ഐനിക്കുന്നത്ത്, അശ്വിൻ വാര്യർ, രഘുനാഥ് C മേനോൻ, ജില്ലാ ഭാരവാഹികളായ സുധീഷ് മേനോത്ത് പറമ്പിൽ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത്, SC മോർച്ച ജില്ലാ പ്രസിഡന്റ് മനോജ് നെല്ലിക്കാട്, സിറ്റി ജില്ലാ മീഡിയ കൺവീനർ ദിനേഷ് കുമാർ കരിപ്പേരിൽ എന്നിവർ സംസാരിച്ചു. പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് ജനാധിപത്യത്തിന്റെ ബാലപാഠമായി. പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ 95% പോളിംഗ് രേഖപ്പെടുത്തി. ജനാധിപത്യ മൂല്യങ്ങൾ ബാല്യത്തിൽ തന്നെ കുട്ടികളിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. CRPF ഭടന്മാരുടെ മാതൃകയിൽ തോക്കേന്തിയ കുട്ടിപ്പട്ടാളം വൻ സുരക്ഷയൊരുക്കിയതും ശ്രദ്ധ നേടി. പ്രധാന അധ്യാപികയുടെ ചുമതല വഹിക്കുന്ന SK പ്രിയ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. സ്കൂൾ ഹെഡ് ബോയായി RT മുഹമ്മദ് ഷയാൻ, ഹെഡ് ഗേൾ KS അൽഹന, ഹെൽത്ത് ലീഡർ ഫൈഹ ഫാത്തിമ, ആർട്സ് ലീഡർ ഫസ തസ്ലിം, ഫൈൻ സ്പോർട്സ് ലീഡർ ആദിദേവ് എന്നിവർ വിദ്യാർത്ഥികളുടെ ഹിതപരിശോധനയിൽ വിജയികളായി. അധ്യാപകരായ KM മഞ്ജു, AS സന്ധ്യ, MR ഐശ്വര്യ, MK സലിം എന്നിവർ നേതൃത്വം നൽകി. നീറ്റ് ക്രമക്കേട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കണ്ടാണശ്ശേരിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ വിദ്യാർത്ഥികൾക്കൊപ്പം പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് മർദ്ദിച്ച് അറസ്റ്റ് ചെയ്തതിലും
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും കോൺഗ്രസ് കണ്ടാണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കൂനമുച്ചി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സെന്റർ ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം കോൺഗ്രസ് പാർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ 10 വർഷ കാലയളവിൽ വിവിധ പരീക്ഷകളിലായി 89 ചോദ്യപേപ്പറുകൾ ചോർന്നതായും അതിൽ 4 തവണ നീറ്റ് പരീക്ഷയുടെ പേപ്പറുകൾ തന്നെ ചോർന്നതായും CJ സ്റ്റാൻലി ആരോപിച്ചു. കണ്ടാണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ റൂബി ഫ്രാൻസിസ്, ജെയ്സൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, AM മൊയ്തീൻ, ജസ്റ്റിൻ കൂനമുച്ചി, NM നജീർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജോൺ കാക്കശ്ശേരി, ആൻലി ജിബിൻ, ലിയോ ജോജോ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെബീന റിറ്റോ എന്നിവർ നേതൃത്വം നൽകി. ആളൂരിൽ ഖുർആൻ വാരത്തിന് സമാപനമായി ലോകത്തെ 200-ലധികം രാജ്യങ്ങളിലായി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അഹമ്മദിയ ഖലീഫയുടെ ആഹ്വാനപ്രകാരം ആചരിച്ചുവരുന്ന ഖുർആൻ വാരത്തിന്റെ ഭാഗമായി ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിൽ സംഘടിപ്പിച്ച പരിപാടികൾക്ക് സമാപനമായി. സമാപന സമ്മേളനത്തിൽ മൗലവി ഗുലാം അഹമ്മദ് അധ്യക്ഷനായി. അത്ഹർ അഹമ്മദ് വിശുദ്ധ ഖുർആൻ പാരായണം നടത്തി. തൃശൂർ, പാലക്കാട് ജില്ലാ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് അഷ്റഫ് ചാവക്കാട് ഖുർആന്റെ അറിവുകൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. യുവ പ്രഭാഷകനായ അർഫാൻ ആളൂർ വിശുദ്ധ ഖുർആനും ശാസ്ത്രവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ഖുർആൻ വാരത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ ഖുർആൻ പഠന ക്ലാസുകൾ, പ്രഭാഷണങ്ങൾ, സംശയ നിവാരണ സെഷനുകൾ, ആത്മീയ ബോധവൽക്കരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിരുന്നു. ഖുർആൻ വാരത്തിലെ വിവിധ ദിനങ്ങളിൽ ആളൂർ തഅലീമുൽ ഖുർആൻ സെക്രട്ടറി താഹിർ അഹമ്മദ്, അബ്ദുൽ ഖാദർ, അബ്ബാസ് ആളൂർ, അമൻ മഹമ്മൂദ്, താഹിർ അഹമ്മദ്, അദ്ഹർ അഹമ്മദ്, തൻവീർ അഹമ്മദ്, മൗലവി ഗുലാം അഹമ്മദ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 17 നടത്തുന്ന ചിങ്ങ മഹോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. തെക്കേനടയിലെ നിർമ്മാല്യത്തിൽ ആരംഭിച്ച ഓഫീസ് സ്വാമി സന്മയാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ GK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, KT ശിവരാമൻ നായർ, ശശികുമാർ കൊടമന എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരപ്പന് മുന്നിൽ 501 ഐശ്വര്യ വിളക്ക് സമർപ്പണം, 251 വാദ്യകലാകാരന്മാരുടെ മഞ്ജുളാൽ തറമേളം, ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാര വിതരണം, ഭക്തജന ഘോഷയാത്ര, സമുദായ സമന്വയ ജ്യോതി തുടങ്ങിയ പരിപാടികളാണ് ചിങ്ങ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണ ദിനം സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ ഫ്രീഡം ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ഗീതാ ഭരതൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ബിബിത മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ഏരിയ വൈസ് പ്രസിഡന്റ് പ്രീജ ദേവദാസ്, ട്രഷറർ ജാസ്മിൻ ഷഹീർ, ഏരിയ ജോയിന്റ് സെക്രട്ടറി MB രാജലക്ഷ്മി, പ്രസന്ന രണദേവ്, ഷൈനി ഷാജി, സിന്ധു ബാബു എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ കാർഷിക മേഖലയെ തകർക്കുന്ന ഇന്തോ അമേരിക്കൻ കരാർ നടപ്പാക്കരുതെന്നും രാസവളവില വർധനവ് തടയണമെന്നും ആവശ്യപ്പെട്ട് കേരള കർഷക സംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ചാവക്കാട് ഇമ്പിച്ചിബാവ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മാലിക്കുളം അബ്ബാസ് അധ്യക്ഷനായി. VV ഷെരീഫ്, MG നിമൽകുമാർ, പ്രീജ ദേവദാസ്, ഉമ്മുകുൽസു എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി AD ധനീബ് സ്വാഗതവും KV രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ലഹരി വിരുദ്ധ സന്ദേശവുമായി വേലൂരിൽ ലോകകപ്പ് ഫുട്ബോൾ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. കേരള എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ, കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട്, ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതി വേലൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സന്ദേശമുയർത്തി വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ് ലോകകപ്പ് ഫുട്ബോൾ പ്രദർശന മത്സരം നടത്തിയത്. 4 വ്യത്യസ്ത രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ടീമുകളായി 4 ആഴ്ചകളിലായി തലക്കോട്ടുകര ടർഫിലാണ് മത്സരം സംഘടിപ്പിച്ചത്. ലഹരിവിരുദ്ധ പ്രദർശന മത്സരങ്ങൾ തൃശൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AP പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഗ്രാസ്വേ ഫുട്ബോൾ ലീഗിന്റെ സമാപന ചടങ്ങ് എരുമപ്പെട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ആൻഡോ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. പ്രദർശന മത്സരത്തിൽ പങ്കെടുത്ത വനിതകൾക്കും കുട്ടികൾക്കും കേരള എക്സൈസ് വകുപ്പിന്റെ സർട്ടിഫിക്കറ്റും ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത കീചെയിനും വിതരണം ചെയ്തു. പോലീസ് സബ് ഇൻസ്പെക്ടർ ആൻഡോ ഫ്രാൻസിസ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AP പ്രവീൺകുമാർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗ്രാസ്വേ ഭാരവാഹികളായ TB സുരേഷ്, ഷീർഷേന്ദുലാൽ, ഗ്രീഷ്മ N, KR ദിവ്യ, അമിത സുഭാഷ്, ശിവൻ വെങ്കിടങ്ങ് എന്നിവർ നേതൃത്വം നൽകി.
പ്രാദേശിക സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ വാർത്തകൾ കൃത്യതയോടെയും അതിവേഗത്തോടെയും ജനങ്ങളിലെത്തിച്ച കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും വെൽ ന്യൂസ് റിപ്പോർട്ടറുമായ AC ഗീവർ ചാലിശ്ശേരിയെ കൊച്ചിയിൽ ആദരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള എറണാകുളം ചാലിശ്ശേരി കുടുംബ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാന്ത്വന സ്പർശം 2026 സിൽവർ ജൂബിലി ആഘോഷവേദിയിലാണ് ആദരം നൽകിയത്. MLA TJ വിനോദ് പൊന്നാട അണിയിച്ച് ഉപഹാരം സമ്മാനിച്ചു. തൃശൂർ ഭദ്രാസനാധിപൻ മോർ ക്ലിമീസ് കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത ആശംസകൾ നേർന്നു. സഭയ്ക്കും സമൂഹത്തിനും നൽകിയ മികച്ച സേവനങ്ങളെ പരിഗണിച്ച് 2009 മെറിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച അദ്ദേഹം 2024 ഇടവക ദിനത്തിൽ പ്രത്യേക ആദരവും കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രാപ്പൊലീത്തയിൽ നിന്ന് ഏറ്റുവാങ്ങിയിരുന്നു. 2020 കോവിഡ് കാലത്തെ സാമൂഹ്യ പ്രവർത്തനത്തിന് ചാലിശ്ശേരി ജനമൈത്രി പോലീസ്, ചങ്ങരംകുളം CNTV, 2024 KMPU സംസ്ഥാന സമിതി, ഇക്കഴിഞ്ഞ ജൂലൈ 11 കടവല്ലൂർ KCCF സംഘടനയും ഗീവറിനെ ആദരിച്ചിരുന്നു. 2002 ഡിസംബർ 21 യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയ്ക്ക് ചാലിശ്ശേരി ഇടവക നൽകിയ രാജകീയ സ്വീകരണം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മാധ്യമരംഗത്തേക്ക് പ്രവേശിച്ചത്. തുടർന്ന് സഭയുടെയും സമൂഹത്തിന്റെയും നിരവധി ചരിത്ര മുഹൂർത്തങ്ങളും വേറിട്ട കാഴ്ചകളും ജനങ്ങളിലെത്തിച്ച മാധ്യമപ്രവർത്തകനായി ശ്രദ്ധേയനായി. വെൽ ന്യൂസ് റിപ്പോർട്ടർ, കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമിതി അംഗം, കൂറ്റനാട് എടപ്പാൾ പ്രസ് ക്ലബ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചുവരുന്നു. ചടങ്ങിൽ കൊച്ചി മുൻ DCP ഷാജു K. വർഗീസ്, വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണൂൽ, ഫാദർ ഡിൽജോ ഏലിയാസ്, കുടുംബ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PK ജിജു, സെക്രട്ടറി PK ശാമു, ട്രഷറർ AI ഡേവിഡ്, യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജീസ് ജോസ് എന്നിവർ സംസാരിച്ചു. ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാർ നടപടി ഫാസിസമാണെന്നും രാജ്യത്തെ ഭാവി തലമുറയെ നിർവീര്യമാക്കുന്ന ഭരണകൂട ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം രാജ്യമെങ്ങും വ്യാപിപ്പിക്കണമെന്നും വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ പറഞ്ഞു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂരിൽ വെൽഫെയർ പാർട്ടി നടത്തിയ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ജനറൽ സെക്രട്ടറി KS ഉമൈറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ, വിമൺ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് സുലേഖ അസീസ്, മണ്ഡലം പ്രസിഡന്റ് PH റഫീഖ് എന്നിവർ സംസാരിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് തുടക്കമായി. കുന്നംകുളം ടൗൺ ഹാളിൽ സജ്ജമാക്കിയ ബാബു M. പാലിശ്ശേരി നഗറിൽ 2 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. സംഘടനാ ജില്ലാ പ്രസിഡന്റ് RB ഇക്ബാൽ പതാക ഉയർത്തി. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. വഴിയോര കച്ചവട തൊഴിൽ മേഖല ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. RV ഇക്ബാൽ, EV ഉണ്ണികൃഷ്ണൻ, ജിനി രാധാകൃഷ്ണൻ, സൗമ്യ വീരേഷ് എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. ജില്ലാ സെക്രട്ടറി T. ശ്രീകുമാർ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന പ്രസിഡന്റ് KS പ്രദീപ് കുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം PK പുഷ്പാകരൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, CITU നേതാക്കളായ T. സുധാകരൻ, PM സോമൻ, MN മുരളീധരൻ, M. സുനിൽകുമാർ, PM സുരേഷ്, PG ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് റിപ്പോർട്ടുകളിന്മേലുള്ള ചർച്ച ആരംഭിച്ചു. മിനിറ്റ്സ് കമ്മിറ്റി കൺവീനറായി രാമദാസും പ്രമേയ കമ്മിറ്റി കൺവീനറായി അജിത്തും രജിസ്ട്രേഷൻ കമ്മിറ്റി കൺവീനറായി KV ബിജുവിനെയും തെരഞ്ഞെടുത്തു. വെള്ളിയാഴ്ച രാവിലെ 9:30 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് അനുമോദനവും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ചർച്ചകൾക്കുള്ള മറുപടിയും ഭാവി പ്രക്ഷോഭ പരിപാടികളുടെ തയ്യാറാക്കലും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. 17 ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 300 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കർഷകരെ തകർക്കുന്ന ഇന്തോ അമേരിക്ക കരാറിനെതിരെ കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം K. കൊച്ചനിയൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് T. മുകുന്ദൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി KB ജയൻ, AV വല്ലഭൻ, M. പീതാംബരൻ, പത്മം വേണുഗോപാൽ, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഹമീദ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറിയും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സുഗുണൻ, TM വിജയൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ KP ഷാജി, CK ഷാജി, മണ്ഡലം ബൂത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന ഐതിഹ്യമുള്ള കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ചെമ്മന്തേട്ട ഊരായ്മ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. വിശേഷാൽ പൂജകൾക്കു ശേഷം ക്ഷേത്രം നടപ്പുരയിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഗജപൂജയും നടന്നു. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ചോറുരുളയും അപ്പം, അട, ശർക്കര, വിവിധതരം പഴങ്ങൾ എന്നിവ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൊമ്പന്മാരായ അമ്പാടി മഹാദേവനും മാധവൻകുട്ടിക്കും നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. നിരവധി ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. തന്ത്രി കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി എറിയാട് വാസുദേവൻ നമ്പൂതിരി, പ്രദീപ് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കർക്കടകം 1 മുതൽ 31 വരെ നന്ദിനി ടീച്ചറുടെ രാമായണ പാരായണവും കർക്കടകം 7 വരെ ഔഷധക്കഞ്ഞി വിതരണവും ക്ഷേത്രത്തിൽ നടന്നുവരുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും ജൂലൈ 30-നുള്ള നാലമ്പല തീർത്ഥയാത്രയിൽ പോകാൻ താൽപ്പര്യമുള്ളവർ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് രാജൻ നമ്പീശൻ, സെക്രട്ടറി രാജേഷ് പുതുമന, ട്രഷറർ അനിൽ നമ്പീശൻ എന്നിവർ അറിയിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം ചിറക്കൽ സെന്ററിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ജയശങ്കർ നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, NK അബ്ദുൾ മജീദ്, ബിജു സി ജോബ്, ശശിധരൻ കണ്ടമ്പുള്ളി, സോണി സക്രിയ, മിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. KSRTEA CITU ഗുരുവായൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ഷിജു അധ്യക്ഷനായി. ദിലീപ് കുമാർ രക്തസാക്ഷി പ്രമേയവും PG ലക്ഷ്മണൻ അനുശോചന പ്രമേയവും, സംസ്ഥാന സെക്രട്ടറി PS മഹേഷ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി AG സിന്ധു യൂണിറ്റ് കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ MC സുനിൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VM വിനുമോൻ, ജില്ലാ സെക്രട്ടറി പ്രബിൻ പ്രഭാകരൻ, ജില്ലാ പ്രസിഡന്റ് TS മഞ്ജുഷ് തുടങ്ങിയവർ സംസാരിച്ചു. NR ഷൈജു സ്വാഗതവും MR ഷാജി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് MP-മാരെയും മുഖ്യമന്ത്രിമാരെയും ആക്രമിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ഡൽഹി പോലീസിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ച യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി അക്ബർ അലി മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക സാഹിതി ജില്ലാ ചെയർമാൻ സത്താർ ആദൂർ, യൂണിയൻ രക്ഷാധികാരി MP സിജോ, യൂണിയൻ ലീഡർ ഷൈജൻ, വാർഡ് മെമ്പർമാരായ സൈബുനിസ ഷറഫു, തോമസ് കടങ്ങോട്, കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ 62ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സന്തോഷും കോളേജിലെ മലയാള വിഭാഗം തലവൻ ഡോക്ടർ അഭിലാഷും ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ സന്ദർശിച്ചു. സംഘം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന് സാമ്പത്തിക സഹായം കൈമാറുകയും ചൈതന്യയിലെ കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കുകയും അവർ അവതരിപ്പിച്ച കലാപരിപാടികൾ ആസ്വദിക്കുകയും ചെയ്തു. ചടങ്ങിൽ ശ്രീകൃഷ്ണ കോളേജിന്റെ 62ാം വാർഷികം കേക്ക് മുറിച്ചും കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിച്ചും ആഘോഷിച്ചു. കുട്ടികൾക്കായി ഡോക്ടർ സന്തോഷിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളുടെ അവതരണവും ഉണ്ടായി. ഗാനം പോലെ ഒഴുകുന്ന താളം മണമിതു നാമെന്നും പറയാതെ ഓട്ടിയും അനുരാഗ ഗാനം പോലെ ഒരു കുന്നുകൂടം നിരാ. അറിയിപ്പ്. കുന്നംകുളം നഗരസഭയിലെ കീഴൂർ അമ്പലനട റോഡിൽ ജലവിതരണ പൈപ്പിൽ ചോർച്ച രൂപപ്പെട്ടതിനാൽ കുടിവെള്ള വിതരണം കീഴൂർ വൈശ്ശേരി ഭാഗങ്ങളിൽ പൂർണ്ണമായും, കക്കാട് 500 റോഡ്, സൌത്ത് ബസാർ റോഡ്, കുറുക്കൻപാറ, ആർത്താറ്റ് ഭാഗങ്ങളിൽ ഭാഗികമായും തടസ്സപ്പെട്ടിരിക്കുന്നതായും ജൂലൈ 25 ശനിയാഴ്ചയ്ക്കുള്ളിൽ ചോർച്ച പരിഹരിക്കുമെന്നും കുടിവെള്ള വിതരണം പൂർവ്വസ്ഥിതിയിലാക്കുമെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. പെരുമ്പിലാവ് അക്കിക്കാവ് ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കാനും ദിശാബോർഡുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണം നടത്തി. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന് പരാതിയും നൽകി. സ്കൂളുകളും ആശുപത്രിയും വിവിധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ജംഗ്ഷനിൽ അപകടങ്ങൾ സ്ഥിരമായിട്ടും സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കാത്ത സാഹചര്യത്തിലാണ് ഒപ്പുശേഖരണം. കോൺഗ്രസ് നേതാവ് NK അലി ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബു പുത്തൻകുളം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ K വിശ്വംഭരൻ, KA ശിവരാമൻ, സ്മിത മുരളി, ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഗുരുവായൂരിൽ ഭക്തിനാമ സങ്കീർത്തനാവതരണം ജ്യോതിർഗമയ എന്ന ആധ്യാത്മിക പഠന കളരിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അവതരണം. ഗുരുവായൂർ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന അവതരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. അരിയന്നൂർ സ്വദേശിനി ലക്ഷ്മി സേതുരാജ് നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,500 രൂപ, പവന് 1,80,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം കടവല്ലൂർ വടക്കുമുറി താണ്ടവളപ്പിൽ രവീന്ദ്രൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. ലീലഭാര്യയും പരേതനായ അഭിലാഷ്, സുഭാഷ്, നിധീഷ്, സുരേഖ എന്നിവർ മക്കളുമാണ്. വേലൂർ കുന്നത്ത് വേലു എഴുത്തച്ഛൻ മകൻ മണി എന്ന ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. വൃന്ദജ്യോതി ഭാര്യയും അരുൺ, അഞ്ജന എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ഗുരുവായൂർ റോഡ് മാർ ഗ്രിഗോറിയോസ് റോഡിൽ തറയിൽ വീട്ടിൽ തോമസ് ഭാര്യ ഓമന എന്ന സുലോചന നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9:30 കുന്നംകുളം വീനാഗൽ ബറിയൽ ഗാർഡൻ സെമിത്തേരിയിൽ നടത്തും. വിജു, വിനിൽ, വിനീഷ, സെൽമ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ടിക്കറ്റുകൾ കവർന്നു. പടിഞ്ഞാറേ നടയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ബ്രഹ്മകുളം സ്വദേശി മേലെടുത്ത് ഗിരീഷാണ് കബളിപ്പിക്കലിന് ഇരയായത്. സമാന രീതിയിലുള്ള തട്ടിപ്പുകൾ മേഖലയിൽ വർദ്ധിക്കുന്നു. നീറ്റ് പരീക്ഷയുടെ ക്രമവിരുദ്ധമായ നടത്തിപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നീതിയാണ് വേണ്ടത്, ലാത്തിയും ഗ്രനേഡുമല്ല എന്ന മുദ്രാവാക്യം ഉയർത്തി നടന്ന മാർച്ചിൽ പോലീസുമായി നേരിയ സംഘർഷം. അകലാട് ദേശീയപാത 66 ഒറ്റയിനി മേൽപ്പാലത്തിന് താഴെ വലിയ ഗർത്തം. യാത്രക്കാർ അപകട ഭീതിയിൽ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ശക്തമായി പുറത്തേക്ക് ഒഴുകിയതാണ് കുഴി രൂപപ്പെടാൻ കാരണം. അധികൃതർ പ്രശ്നപരിഹാരത്തിന് നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.